ധന്യ പ്രധാനമായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതായത് മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലും ഒപ്പം തന്നെ സർവീസ് റോഡുകൾ, തകർന്ന സർവീസ് റോഡുകളിലും മാത്രമാണ് ഇപ്പോൾ ഗതാഗതക്കുരുക്ക് അല്പമെങ്കിലും ഉള്ളത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ ഗതാഗതക്കുരുക്ക് ഏതാണ്ട് ഒഴിവായി തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം പതിയെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ കൊടകര, പോട്ട, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ പോലീസ് സംഘമുണ്ട്. അവർ ഈ ആളുകളുടെ ആവശ്യമനുസരിച്ച് പ്രധാന റോഡുകളിലേക്കും മറ്റ് ഇട റോഡുകളിലേക്കുമായി വഴിതിരിച്ച് വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത്തരമൊരു ദൗത്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോരുന്നവർ പ്രധാനമായും കൊടുങ്ങല്ലൂർ പറവൂർ റോഡിലൂടെ പോകണമെന്നൊരു നിർദ്ദേശം പോലീസ് നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരിയിലേക്ക് ആളൂർ, അത്താണി വഴി കടന്നു പോകണം. അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട റോഡുകളിലൂടെയുള്ള ചെറുവാഹനങ്ങളുടെ യാത്ര വളരെ കുറയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത്തരം ശ്രമകരമായിട്ടുള്ള ആ ദൗത്യം അത് പോലീസ് ഇപ്പോൾ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പ്രധാനപ്പെട്ട കണ്ടെയ്നർ ലോറികളടക്കം ചരക്ക് വാഹനങ്ങൾ ധാരാളമായി കടന്നു വരുന്ന ഒരു റോഡാണ് ഈ ദേശീയപാത. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകേണ്ടതുണ്ട്. ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡുകളിലൂടെയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകേണ്ടി വരുന്നത്. ബസ്സുകളും ഒപ്പം തന്നെ ചരക്ക് വാഹനങ്ങളും എല്ലാം തന്നെ കടന്നു പോകേണ്ടത് ആ വഴികളിലൂടെയാണ്. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള ഒരു സാധ്യത, അതിനുള്ള അവസ്ഥ മാത്രമേ ഈ റോഡുകൾക്ക് ഉള്ളൂ എന്നുള്ളതാണ്. അത്തരം ആ അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ വലിയൊരു കുരുക്ക് വാഹനങ്ങളുടെ ഉണ്ടാകാറുണ്ട്. പിന്നെ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ്. ഈ മഴ കൂടിയാകുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. ഇന്നലെ തടിലോറി മറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ആ ലോറി അവിടെ നിന്ന് മാറ്റിയെങ്കിലും ആ ഗതാഗതക്കുരുക്ക് ഒന്ന് അഴിയാൻ അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകാൻ ഇന്ന് ഈ സമയം വരെ വേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏറ്റവും പ്രധാനമായും ഇതിന് ഒരു കാരണമായിട്ടുള്ള ഇത് ഈ തകർന്ന സർവീസ് റോഡുകൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ ഭാഗത്ത് സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കുണ്ടും കുഴിയുമായി താറുമാറായി കിടക്കുന്ന റോഡ്, കഷ്ടിച്ച് ചെറുവാഹനത്തിന് തന്നെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. ആ റോഡിലൂടെയാണ് ഇത്തരത്തിൽ ചരക്ക് വാഹനങ്ങളും വലിയ ബസ്സുകളും ഒപ്പം തന്നെ മറ്റ് ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നത്. ഏതെങ്കിലും ഒരു വാഹനം അവിടെ കേടായാൽ പിന്നെ മറ്റു വാഹനത്തിന് കടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ അത്രമാത്രം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ഗതാഗത പരിഷ്കാരം നടത്തിയിട്ടുണ്ട്. ഈ കോട്ട, മുരിങ്ങൂർ, കൊടകര ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായും ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന ഇടങ്ങളാണ്. അവിടെ നിന്ന് വാഹനങ്ങൾ പ്രധാനമായും ഇട റോഡുകളിലേക്ക്, മറ്റ് പ്രധാന ജംഗ്ഷനിലേക്ക്, അങ്കമാലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അവരെ അങ്ങോട്ട് വഴിതിരിച്ചു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാന റോഡ്, ദേശീയപാതയിൽ അല്പം ഗതാഗതക്കുരുക്ക് ഒഴിവായിട്ടുണ്ട്. വാഹനങ്ങൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം ഇപ്പോൾ ഇവിടെ നിന്നും പങ്കുവെക്കാനാവുന്ന ഒരു കാര്യം. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക്, ഈ ഗതാഗതക്കുരുക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതല്പം രൂക്ഷമായി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ അത് നമ്മൾ സ്ഥിതി നിയന്ത്രണ വിധേയമല്ലാതെയാവുകയും ചെയ്യും. അത്തരത്തിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനമായി ഇതിന് കാരണം ഈ റോഡിലെ കുണ്ടും കുഴിയും തന്നെയാണ്, തകർന്ന റോഡുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ ഒരു അശാന്ത പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഈ കുരുക്ക് അല്പം അഴിക്കാനായിട്ടുണ്ട്. വാഹനങ്ങൾ കടന്ന് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശരി.